സാധാരണഗതിയിൽ അദ്ദേഹത്തെ ഏതു സമയത്തും പിടികൂടാറുള്ള അനഭിബന്ധമായ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ മുഖത്ത് മിന്നിമറിയാറില്ല ഭരത്ചന്ദ്രൻ IPS ഭാവങ്ങളൊക്കെ അദ്ദേഹത്തിൽ നിന്നും നഷ്ടമായി കഴിഞ്ഞു. എന്തുകൊണ്ട് നഷ്ടമായി എന്നുള്ളതിനെ സംബന്ധിച്ച് ഞാൻ വിശദീകരിക്കുന്നില്ല. കേരളമെമ്പാടും യുക്തിസഹമായി ചിന്തിക്കുന്ന മുഴുവൻ മലയാളികൾക്കും, അതിൽ BJPക്ക് കൂടെ അപവാദമായി ചിലരും ഉണ്ടായേക്കാം, അവരിൽ പെടുന്നവരും ഉണ്ടായേക്കാം. ഏതായാലും കാര്യങ്ങളെ സാമാന്യ യുക്തിയോടുകൂടെ വിശകലനം ചെയ്യാൻ കഴിയുന്ന മുഴുവൻ മലയാളികൾക്ക് മുമ്പിൽ അതിന്റെ കാരണം എന്താണെന്നുണ്ട്. സാധാരണ വർഷിക്കാനും ഗെറ്റ് ഔട്ട് അടിക്കുവാനും ഭരത്ചന്ദ്രൻ IPSലെ ഭാവഭാഗങ്ങൾ പ്രകടിപ്പിക്കുവാനും ഒക്കെ ശ്രമിക്കാറില്ല. തനിക്ക് അനിഷ്ടകരമായ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അത്തരം പ്രതീകങ്ങളൊക്കെ തന്റെ മുഖത്ത് വരത്താൻ ശ്രമിക്കാറില്ല ഇദ്ദേഹം. അത്തരം ഭാവവ്യത്യാസങ്ങളൊക്കെ നഷ്ടപ്പെട്ട ഒരു സാധാരണക്കാരനായ മനുഷ്യനായി, നിശബ്ദനായി, നിർനിമേഷനായി നമുക്ക് മുമ്പിലൂടെ കടന്നു പോവുകയാണ്. ഇതിൽ ഞെട്ടിപ്പിക്കുന്ന അനുഭവങ്ങൾ എന്താണ്? ഇപ്പൊ പൂങ്കുന്നത്തെ ഫ്ളാറ്റിലെ 4C എന്ന ഒരു കേന്ദ്രം കേന്ദ്രീകരിച്ച് മാത്രമല്ലല്ലോ ഇദ്ദേഹത്തിന്റെ സഹോദരൻ, ഞാൻ മനസ്സിലാക്കുന്നു അദ്ദേഹം കൊല്ലത്തെ ഇരുമ്പേരൂരിലെ വോട്ടറാണ്. ഇദ്ദേഹത്തിന്റെ ഡ്രൈവർ തിരുവനന്തപുരത്ത് ശാസ്തമംഗലത്തെ വോട്ടറാണ്. സംഘപരിവാരത്തിന്റെ വാലായി പ്രവർത്തിക്കുന്ന ഭാരതീയ വിചാര കേന്ദ്രത്തിന്റെ ആലത്തൂരിലെ നേതാവ് ഷാജി വരവൂരും സംഘവും അവർ ആലത്തൂർ നിയോജക പാർലമെന്റ് മണ്ഡലത്തിലെ വോട്ടർമാരാണ്. ഇവർക്കാകെ വോട്ട് 2024 പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തേക്ക് വരുമ്പോൾ എവിടെയാണ്? തൃശൂർ പാർലമെന്റ് മണ്ഡലത്തിന്റെ ഭാഗമായി കൊല്ലത്തു നിന്നും, തിരുവനന്തപുരത്തു നിന്നും, ആലത്തൂരിൽ നിന്നും, വടക്കു നിന്നും, തെക്കു നിന്നും ഒക്കെ സംഘപരിവാരത്തിന്റെ അടിമ സംഘം ഇദ്ദേഹത്തിന്റെ വിജയത്തിനായി വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ വേണ്ടി, വ്യാജമായി വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ വേണ്ടി മത്സരാടിസ്ഥാനത്തിൽ തൃശ്ശൂരേക്ക് വന്ന വിവരം ഈ മണിക്കൂറുകളിൽ അങ്ങയുടെ ഉൾപ്പെടെയുള്ള മാധ്യമ സ്ഥാപനങ്ങൾ തെളിവോടുകൂടെ കേരളീയ പൊതുസമൂഹത്തിന് മുമ്പിൽ അനാവൃതമാക്കുകയാണ്. അതായത് കേരളത്തിലെ ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് ചൂണ്ടിക്കാണിച്ച ബാംഗ്ലൂർ സെൻട്രലിലെ ഒരു മിനി മഹാദേവപുരയായി കേരളത്തിന്റെ സാംസ്കാരിക നഗരി എന്ന് നമ്മൾ പലപ്പോഴും ആവശ്യത്തിനും അനാവശ്യത്തിനും പറയാറുള്ള തൃശ്ശൂർ മാറിയിരിക്കുന്നു എന്ന തെളിവുകളാണ് ഇതിനോടകം പുറത്തുവിടപ്പെടുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് ഭാവം പ്രകടിപ്പിക്കാൻ ഭരത്ചന്ദ്രൻ IPS ഇല്ല, അദ്ദേഹത്തിന് ഗെറ്റ് ഔട്ട് അടിക്കാൻ, അംഗവിക്ഷേപങ്ങളോടുകൂടെ ആക്രോശിക്കാൻ വാദമുഖങ്ങളില്ല, വാക്പ്രയോഗങ്ങളില്ല, ഒന്നുമില്ല. അക്ഷരാർത്ഥത്തിൽ കിരീടവും ചെങ്കോലും നഷ്ടപ്പെട്ട അദ്ദേഹത്തിന്റെ ആഗ്രഹം അദ്ദേഹം തന്നെ പറഞ്ഞത് നമ്മൾ കേട്ടിട്ടുണ്ട്. വരും ജന്മത്തിൽ പൂണൂൽ ധരിക്കാൻ സാധ്യതയുള്ള ഒരു ബ്രാഹ്മണനായി, അബ്രാഹ്മണ സമുദായങ്ങളെ അധിക്ഷേപിക്കാൻ കഴിയുന്ന നിലയിൽ ഒരു പൂണൂൽധാരിയായ ബ്രാഹ്മണനായി എനിക്ക് ജനിക്കണമെന്ന് ആഗ്രഹിക്കാറുള്ള അദ്ദേഹത്തിന് സർവസ്വവും നഷ്ടപ്പെട്ട ഒരു സാധാരണക്കാരനായി നമുക്ക് മുമ്പിലൂടെ നടന്നു പോകുന്നതാണ് ഇന്ന് രാഷ്ട്രീയ കേരളം കണ്ട കാഴ്ച. പക്ഷെ അവിടെയും ഒറ്റ വാചകം പറഞ്ഞ് ഞാൻ ഭാഗം അവസാനിപ്പിക്കുകയാണ്. അവിടെയും നമ്മൾ കാണേണ്ടത് എന്താണ്? അവിടെയും മറ്റേ ഈ പറയുന്നത് പോലെ ക്ഷീരമുള്ള അകിടും ചൂട്ടിലും ചോര തന്നെ കൊതുകിന് കൗതുകം എന്ന് പറയുന്നത് പോലെ ആക്രമിക്കപ്പെട്ട കന്യാസ്ത്രീകൾ, അതേപോലെ തന്നെ ഇന്ത്യൻ സാഹചര്യം, കേരളത്തിന് നേരിടേണ്ട വന്ന തിരിച്ചടി, അതിനെയൊക്കെ മറച്ചു വെച്ച് അതിനിടയിലൂടെ അദ്ദേഹം പോകുന്നത് കോതമംഗലത്തേക്കാണ്. കോതമംഗലം വഴി ഇന്ത്യൻ ഒരു ദേശീയ പാത കേരളത്തിൽ കഴിയുമോ?